നമ്മളിപ്പം കുമളിയിലെത്തിയിട്ട് ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ചപ്പാത്തിയും ബീഫെല്ലാം തിന്നാൻ പോവുകയാണ്. നല്ല മഴയാണ്. അതോടൊപ്പം നല്ല ബീഫ് റോസ്റ്റും കൂടി ബീഫ് റോസ്റ്റും അല്ല സോറി ഫിഷ് റോസ്റ്റും കൂടി വന്നിട്ടുണ്ട്. ഇത് അടിപൊളിയാണ്. നമ്മൾ രാത്രി നിൽക്കുന്ന ഹോം സ്റ്റേ ആണിത്. ഇത് മറ്റേ തേക്കടി പെരിയാർ ടൈഗർ റിസർവിൻ്റെ നടക്കാൻ വരുന്ന നമ്മൾ രാത്രി വരുമ്പോൾ ഫുൾ നനഞ്ഞ കുപ്പാലയുടെ വെള്ളത്തിലിട്ടുണ്ട്. മഴയാന്ന് ഭയങ്കര മഴയാണ്ടായത്. ഈ ഒരു മീൻകുളം എല്ലാം കാണാൻ പറ്റും. ലോങ് ടൈലിൽ ഓറാൻകുട്ടനാണ് തോന്നുന്നത്. ഒരു സാധനമുണ്ട്, കാണിച്ചതാ. കണ്ടോ എൻ്റെ ടൈല് കണ്ടോ? കണ്ടോ വലിയ ടൈലാണ് എൻ്റെത്. കുറേ ഉണ്ട്. മരങ്ങളിൽ നിറച്ചുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഭയങ്കര നീളമുണ്ട് എൻ്റെ ടൈല് കാണാൻ. ഇതിൻ്റെ പേരെന്താണെന്ന് കണ്ടത്. ഇപ്പുറത്തതോ എൻ്റെ ഫോണായിട്ട് പിടിച്ചോണ്ടോ. ട്രാങ്കുലോ ഹോം സ്റ്റേ കുമളി. ഇതാണ് നമ്മൾ booking.com അടിച്ചിട്ട് കിട്ടിയതാണ് ഈ സ്ഥലം. ഇതാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ്. ഇവിടെ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഇതിലുള്ളതാണ്. ഈ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നാണ് നമ്മൾ ജംഗിൾ സഫാരിക്കെല്ലാം ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഓഫ്ലൈനായിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓൺലൈനാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പൈസ കുറവാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ. നമ്മൾ രാവിലത്തെ ഒരു ഗ്രീൻ വാക്കും അതും ഒരു ജംഗിൾ സ്കൗട്ടായിരുന്നു. നമ്മൾ ജംഗിളിൽ നടന്നു പോവുക. നമ്മളെ കൂടെ ഫോറസ്റ്റ് ഗൈഡ് ഉണ്ടാവും. പിന്നെ രാത്രിത്തെ ഒരു രാത്രി വേറെ വഴിക്കാണ് പോവുക. അതിന് നമ്മൾ അതിൽ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ പകലില്ല സമയം ഉച്ചയ്ക്ക് 2:30 സ്ലോട്ടാണ് നമുക്ക് കിട്ടിയത്. നമ്മളെ കൂടെ ഒരു ഫോറസ്റ്റ് ഓഫീഷ്യലും വരുന്നുണ്ട്. ഫോറസ്റ്റ് ഓഫീസറല്ല, ശരിക്കും അവരെന്തോ ഈ ആടെയിലെ ട്രൈബൽ പീപ്പിളിനെ ട്രെയിൻ ചെയ്തിട്ട് ഈ യൂണിഫോമിലോട്ടിട്ട് നമ്മളെ കൂടെ ഫോറസ്റ്റ് ഗൈഡായിട്ട് കൊണ്ടുവരുന്നതാണ്. അവർ നമ്മളെ മുമ്പിൽ നടക്കും, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. എന്തെങ്കിലും വൈൽഡ് ആനിമൽസ് എന്തെങ്കിലും അറ്റാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും. ഇപ്പം ഈ കണ്ടത് ഇതൊരു വലിയ ഹണീബി പോലത്തെ എന്തോ സംഭവത്തിൻ്റെ ഒരു നെസ്റ്റാണ്, വലിയതാണുള്ളത്. ഇവരാണ് ഇപ്പം നമ്മളെ കൂടെ വന്നത്. ഇവർ നമുക്ക് എല്ലാ കാര്യം പറയുന്നുണ്ട്. ഫസ്റ്റ് നമ്മളിങ്ങനെ ഇവിടെ മറ്റേ ഇലക്ട്രിക് ഷോക്കിലുള്ള വേലി കടന്നിട്ട് വേണം പോകാൻ വേണ്ടി. കാരണം അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ട്രൈബൽ പീപ്പിളിനെയാണ് ഉള്ള വില്ലേജ് പാട്ടാണുള്ളത്. അപ്പോൾ രാത്രി ഏതെങ്കിലും വൈൽഡ് ആനിമൽസ് വന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഒരു ഇലക്ട്രിക് വയറെല്ലാം വെച്ചിട്ടുള്ള ഒരു വേലിയുണ്ട്. അത് കടന്നിട്ടാൽ നമ്മളെ ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ. നമ്മൾ ടിക്കറ്റിലും ഇവരെ മാത്രമേ ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. കുറേ തേക്ക് മരങ്ങളൊക്കെ നമുക്കവർ കാണിച്ചു തന്നു. ഇത് തേക്ക് മരമാണ്. പിന്നെ ഇവരെ ട്രൈബൽ പീപ്പിളിൻ്റെ ഇവർ പോത്തിനൊക്കെ വളർത്തുന്നത് അത് കാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങ് ദൂരം കാണുന്നത് വൈൽഡ് ബോറാണ്. അതൊരു തരം ഇന്ത്യൻ ബൈസണാണ്. ഇന്ത്യയിൽ ബൈസൺ ഇല്ല, പക്ഷേ ഒരു പ്രത്യേക തരത്തിലുള്ള ബൈസൺ പോലത്തെ സംഭവമാണ് ഈ ബോറ്. ഇത് എത്രയോ പഴക്കമുള്ളൊരു മരമാണ്. അവർ പറയുന്നുണ്ടായിരുന്നു എത്രയോ 100 വർഷത്തിന് മുകളിലറ്റം പഴക്കമുള്ളൊരു മരമാണ്. ഒരുപാട് നീളത്തിൽ വളർന്നു പോയിട്ടുണ്ട്. പിന്നെ പലതരം മരങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇക്കാണുന്ന മരത്തെ ഇതൊരു മദർ മരത്തിൻ്റെ ഉള്ളിലൂടെ ചൈൽഡായിട്ടുള്ള മരം വളർന്നു വന്നിരിക്കുന്നത് കാണാം. അത് എന്നിട്ട് മദറിനെ അറ്റാക്ക് ചെയ്തിട്ട് മദറിൻ്റെ ട്രങ്കിലൂടെ പോയി പിന്നെ ഭൂമിയിലേക്ക് അതിനെ വരിക. ഈ കണ്ടത് നമ്മൾ നേരത്തെ കണ്ട വൈൽഡ് ബോറാണ്. അതിനിപ്പോൾ നമ്മൾ അടുത്ത് കണ്ടു. പിന്നെ ഇവിടെയുള്ള ഒരു വെറൈറ്റി ഐറ്റമാണ് ഈ ജയൻറ്റ് സ്ക്വരൽ.
വലിയൊരു സ്ക്വിരൽ സാധാരണ ചെറിയ സൈസിലല്ലേ ഉണ്ടാവുക, ഇതൊരു വലിയ സൈസിലാണുള്ളത്. ഇതിനെ പറയുന്നത് എന്താ മലബാർ ജയൻറ്റ് സ്ക്വിരൽ എന്നാണ് പറയുന്നത്. പേര് ശരിക്കും എനിക്ക് ഓർമ്മയില്ല. നമ്മൾക്കവർ ഈ സൂക്ഷ്മദർശിനിയും കൊണ്ടാണ് നമുക്ക് ദൂരമുള്ളതൊക്കെ കാണിച്ചു തരുന്നത്. ഇപ്പം വളരെ ദൂരത്തിൽ ഇവർ അതാണ് കാണിച്ചു തരുന്നത് നമുക്ക്. അപ്പം നമ്മൾ ഇവരെന്തിങ്ങനെ സ്റ്റാച്ചു പോലെ നിൽക്കുന്നേ, പേടിച്ചിട്ടല്ലേ? मुझे बहुत पसंद आ गई. ഇത് സാമ്പാർ ഡിയറാ? ഇതെന്തിങ്ങനെ ഒച്ചയില്ലാണ്ട് നടന്നു പോന്ന്? ഇത് നമ്മളെ പേടിച്ചിട്ട് എങ്ങനെ ഒച്ചയില്ലാണ്ട് നടന്നു പോന്ന്? They are afraid of us. इसलिए वो वाक कैसे कर. काट बना रही है, तुम भी बना लेना वीडियो. കാട്ടിലൂടെ നമ്മളൊരു 5-6 കിലോമീറ്റർ ഉള്ളിലോട്ട് നമ്മൾ നടന്നു പോകുന്നുണ്ട്. കുറച്ച് ഭയങ്കര എക്സസൈസ് ആയി തോന്നും അത്രയൊന്നും നടക്കാത്തവരാണെങ്കിൽ. കുറേയും കൂടി അങ്ങോട്ട് നമ്മൾ വന്ന് എത്തുമ്പോഴത്തേക്കും കുറേയും കൂടി ഭയങ്കര ഇരുട്ടായി മാറും. ഇത് കാട്ടുമഞ്ഞളാണ് അവർ നമുക്ക് കഴിക്കാൻ തന്നു. ഇംഗ്ലീഷുകാരൊക്കെയാണ് ഇത് കിട്ടുന്നെങ്കിൽ അങ്ങനെ തന്നെ വയലിടുന്ന് പറഞ്ഞു. നമുക്ക് വയലിടാൻ എന്തോ പേടിയാകുന്നുണ്ട്, കുറച്ച് ചളിയെല്ലാം പറ്റിയതുകൊണ്ട്. ഉള്ളിൽ ആരുമില്ല, നമ്മൾ മാത്രമേ ഇല്ല, അപ്പോൾ ഒരു പേടി. ഇത് ഇവർ തന്നെ ഫോറസ്റ്റിൻ്റെ എന്തോ ബിൽഡിംഗ് ആണ്. ഇത് പുറത്ത് നമ്മൾ തിരിച്ചെത്തിയപ്പോൾ കണ്ടതാണ്. നമ്മിപ്പോൾ ഒരു മലയാളികളുടെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റ് കണ്ടു. ഇതാണ് തേക്കടി ചെക്ക് പോസ്റ്റിൽ വന്നിട്ടുണ്ട്. തേക്കടി ചെക്ക് പോസ്റ്റിൽ ഇവിടുന്നാണ് ഇത് നമ്മൾ രാത്രിത്തെ ജംഗിൾ സ്കൗട്ടിന് പോകുന്നത്. രാത്രി 12:30 വരെയാണ് ഇതുള്ളത്. അപ്പം ഈ ശരിക്കും 4 ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ആൾക്കാർ വന്നില്ല, നമ്മൾ 2 മാത്രമേ ഉണ്ടായുള്ളൂ. നമ്മളെ കൂടെ 2 ഫോറസ്റ്റ് ഗൈഡ്സിനെ അയച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ ഗവൺമെൻറ് ഓഫീസറാണ്. അവരെ കൂടെ വലിയ ഒരാൾ നമ്മളെ മുമ്പിൽ നടക്കും ടോർച്ചും കൊണ്ട്, ബാക്കിൽ ഒരാൾ വലിയ ഗണ്ണെല്ലാം കൊണ്ട് ബാക്കിൽ നടക്കും. കാരണം ഈ സമയത്താണ് ഈ ശരിക്കും പുലീനൊക്കെ രാത്രി ഈ സമയത്തെ സ്കൗട്ടിലാണ് സ്പോട്ട് ചെയ്യാറുള്ളത്. അപ്പം പുലി എങ്ങാനും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ കരടി അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് ഇവിടെ, കാട്ടാന. അപ്പോൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അതിനെ ഒന്ന് പേടിപ്പിക്കാനായിട്ട് എങ്ങാനാണ് ഈ ബാക്കിൽ ഗണ്ണും കൊണ്ടൊക്കെ ആൾ വരുന്നത്. ഇന്ന് നല്ല മഴയുണ്ട്. ഓൾറെഡി ഇപ്പോൾ 11:30 ആയി. മഴയില്ലത് കൊണ്ട് തന്നെ അധികം അനിമൽസ് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ കുറേ മാനുകളും മറ്റേ കാട്ടുപന്നിയും അങ്ങനത്തേനൊക്കെ നമ്മൾ സ്പോട്ട് ചെയ്തു ഓൾറെഡി. നട്ടപ്പാതിരാക്ക് കാട്ടിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഈ ചീവീടുകളുടെ ഒച്ചയും ഏത് സൈഡിൽ നിന്നും വല്ല കാട്ടുപോത്തോ പുലിയോ അല്ലെങ്കിൽ ഇത് കരടിയോ എന്ത് വേണമെങ്കിലും കാട്ടാനയോ എന്ത് വേണമെങ്കിലും വരാമെന്നുള്ള ചാൻസും. അപ്പോൾ ഉള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കുള്ള ഒരു പേടിയുണ്ടല്ലോ, അതാണ് ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഭയങ്കരമായ ഫിയർ ഓഫ് വാക്കിംഗ് ത്രൂ എ ജംഗിൾ. അതാണ് നമുക്കിവിടെ കിട്ടുന്ന എക്സ്പീരിയൻസ്. അടിപൊളിയാണ്. കാരണം നമ്മളിപ്പോൾ ഉള്ളത് പെരിയാർ ടൈഗർ റിസർവിലാണ്. അപ്പം ഇവിടെ എല്ലാ വൈൽഡ് ആനിമൽസും ഉണ്ട് ഓൾറെഡി. നിങ്ങൾക്ക് ബിയർ ക്രോസിങ് കാണാൻ പറ്റും, എല്ലാം കാണാൻ പറ്റും.